എൻ്റെ പിള്ളേരെ, ഈ കാറ്റത്തും മഴയത്തും എൻ്റെ ഒരു കൊച്ചിൻ്റെ കുപ്പായം മുകളിലോട്ട് പറന്നുപോയി. അതൊന്ന് എനിക്ക് എടുത്തു തരാവോ ആരെങ്കിലും? എൻ്റെ കൊച്ചേ, നീ അതും പറഞ്ഞേച്ച് ഏണിമേൽ നിന്ന് താഴോട്ട് വീണേക്കരുത്. പിന്നെ എനിക്കായിരിക്കും കുറ്റം. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് ശ്രദ്ധിച്ച് പിടിച്ച് കയറുവാണേൽ മാത്രം മതി. അല്ലെങ്കിൽ പ്രശ്നമില്ല, ഞാൻ തന്നെ എടുത്തോളാം. നിങ്ങൾ പൊക്കോ. എൻ്റെ പൊന്നു കൊച്ചേ, നിനക്ക് പേടിയൊന്നുമില്ല. നീ പെട്ടെന്ന് അതിന്ന് എടുത്തു തന്നിട്ടൊന്ന് താഴെ ഇറങ്ങി. എനിക്ക് പേടിയാവുന്നു. എൻ്റെ ഈശ്വരാ, ഈ കൊച്ചുങ്ങൾ മൊത്തം അതിലോട്ട് കയറി പോവാണല്ലോ. അതിന്മേൽ കെട്ടിമറിഞ്ഞ് വീണാൽ എൻ്റെ ഈശ്വരാ. എന്റെ ഭഗവാനേ, ദേ 3 മുകളിലെത്തിയല്ലോ. എന്റെ ഈശ്വരാ, ഞാനിനി എന്നാ ചെയ്യും? എന്റെ ആ ഉടുപ്പൊന്ന് താഴോട്ട് ഇട്ട് താവില്ലാരെ. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരി. അതിമന്ന് വീണ് പോകും. അയ്യോ, ഇല്ല മമ്മി, പേടിക്കണ്ട. ഞങ്ങൾ ഉടുപ്പൊക്കെ ഇപ്പൊ ഇട്ട് തരാം. ഞങ്ങൾ വീണൊന്നും പോകില്ല. കുറച്ച് നേരം ഞങ്ങളൊന്ന് ഇവിടെ നിൽക്കട്ടെ. എന്താ മമ്മി, നല്ല രസമുണ്ടത്. ആകാശം നോക്കി, എന്ത് രസമല്ലേ. നിറയെ പറവകളും മഴ പെയ്യുന്നതൊക്കെ കാണാൻ എന്ത് രസമാ. ഇവിടുന്ന് പോവാനേ തോന്നുന്നില്ല. അയ്യോ, ഹായ്. ഒന്ന് പെട്ടെന്ന് അതിങ്ങ് എടുത്തിട്ട് താ പിള്ളേരെ. എനിക്ക് അങ്ങോട്ട് കയറാൻ കഴിയാഞ്ഞിട്ടല്ലേ. എന്നിട്ട് നിങ്ങൾ ഇങ്ങൊന്ന് ഇറങ്ങി വാ. എനിക്ക് ആലോചിച്ചിട്ട് തന്നെ പേടിയാവുക. അതിമെന്തെങ്ങാനും വീണാല്. ഞങ്ങള് വീഴൊന്നുമില്ല മമ്മേ. ഞങ്ങൾ ഇവിടെ നേരിട്ട് നിൽക്കല്ലേ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വരും. അതുവരെ ഞങ്ങളൊന്നും പറയല്ലേ. ഞങ്ങൾ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. ഈ ഇളമാരെ എങ്ങനെ എൻ്റെ ഈശ്വരാ ഒന്ന് താഴത്തെ എത്തിക്കുന്നത്? പറഞ്ഞിട്ടും കേൾക്കാത്ത അസത്യങ്ങൾ. പോയ കാര്യമോ ചെയ്തില്ല. ആകുപ്പായമൊന്ന് താഴേക്കിട്ട അവറ്റിങ്ങളെ ഒന്നിങ്ങ് ഇറക്കാമായിരുന്നു. അതും ചെയ്യുന്നില്ല. ആരെയാ ഈശ്വരാ ഒന്ന് സഹായത്തിന് വിളിക്കുക. പെട്ടുപോയല്ലോ, അസത്യങ്ങളെ കയറ്റി ഞാൻ പെട്ടുപോയല്ലോ എൻ്റെ ഈശ്വരാ. ആരെങ്കിലും ഒന്ന് ഇതുവഴി വരണേ.